Hi students, section of solids we will the problem problem a square prism of base side 30 mm and height 75 mm rests on the HP on one of its ends with the two of its rectangular faces equally inclined to VP. It is cut by a plane perpendicular to the VP and inclined at 60 degree to the HP, meeting the axis at 15 mm from the top. Draw its elevation, sectional plan and true shape of the section. What are the maximum width and length of the section? Hi students, ഇതാണ് നമ്മുടെ സ്ക്വയർ പ്രിസം അല്ലേ? ഇതാ ബേസ് സ്ക്വയർ ആണ് അല്ല, ടോപ്പ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് സ്ക്വയർ പ്രിസം എന്ന് പറഞ്ഞു. എൻഡ്സ് ഉണ്ട്, ഇതൊരു എൻഡാണ്, ഇതൊരു എൻഡാണ് അല്ലേ? ഇത് നമ്മളിപ്പോൾ ടോപ്പ് ഫേസ് എന്ന് പറയും, ഇതിൻ്റെ ബേസ് എന്ന് പറയും. അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സ്ക്വയർ പ്രിസമാണ്, അതിൻ്റെ ബേസ് സൈഡ് 30 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ സൈഡ് 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ? ഇതാണ് അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 75 എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് എൻഡ്സ് ഉണ്ട്, ഇതൊരു എൻഡ് ഇതൊരു എൻഡാണ്. ഈ ഒരു എൻഡിലാണ് HP-യിലാണ് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ദിസ് ഈസ് അവർ HP ആൻഡ് ദിസ് ഈസ് അവർ VP. HP-യിൽ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവർ പൊസിഷൻ. ദെൻ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് ടു ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസസ് ഈക്വലി ഇൻക്ലൈൻ ടു VP എന്നാണ് പറഞ്ഞത്. ഒരു എൻഡ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം പ്രിസം ആണ്. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ പ്രിസം ആയതുകൊണ്ട് 4 റെക്ടാങ്കുലർ ഫേസസ് ഉണ്ട്. 1 അല്ലേ, 1 2 3 4 എന്ന് പറഞ്ഞാൽ 4 റെക്ടാങ്കുലർ ഫേസസ് ഉണ്ട്. ഇതിലെ 2 റെക്ടാങ്കുലർ ഫേസസ് എങ്ങനെയാണ്? ഈക്വലി ഇൻക്ലൈൻ ടു VP എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന പൊസിഷൻ ഇതാണ്, ബട്ട് ഇതല്ല സ്ക്വയർ പ്രിസത്തിൻ്റെ പൊസിഷൻ. ആസ് പെർ ക്വസ്റ്റ്യനിൽ എന്താണ്? 2 റെക്ടാങ്കുലർ ഫേസസ് ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വെച്ച പൊസിഷനിലാണ് നമ്മൾ സ്ക്വയർ പ്രിസത്തിൻ്റെ ഇത് ശരിയാവുക, പൊസിഷൻ ശരിയാവുക അല്ലേ? അപ്പോൾ ഇതാണ് ഇങ്ങനെ വരും, ഈക്വലി ഇൻക്ലൈൻഡ് ടു. ഇപ്പോൾ ഈ 2 റെക്ടാങ്കുലർ ഫേസസ് ഇവിടെ ഇതെൻ്റെ ഇത് ഇൻഡെക്സ് ഫിംഗർ പോയിന്റ് ചെയ്യണത് ഇതും ആണ് ഈ 2 റെക്ടാങ്കുലർ ഫേസസ്. ഇതെങ്ങനെയാണ്? ഈക്വലി ഇൻക്ലൈൻഡ് ടു VP. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിൾ പൊസിഷൻ. ദിസ് ഈസ് അവർ സിമ്പിൾ പൊസിഷൻ. സിമ്പിൾ പൊസിഷനിൽ വരുന്നത് ഇങ്ങനെയാണ്. VPക്ക് ഈക്വലി ഇൻക്ലൈൻഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബട്ട് VPയിൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഒരു കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് എടുത്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അവർ സിമ്പിൾ പൊസിഷൻ. സിമ്പിൾ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെന്താണ് കട്ട് ചെയ്യണത് പറഞ്ഞത്. സെക്ഷൻ പ്ലെയിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി ടു HP ആണ്. അപ്പോൾ കട്ടിംഗ് പ്ലെയിന് HP-ക്ക് ഇൻക്ലൈൻഡും VP-ക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതാണ് കട്ടിംഗ് പ്ലെയിൻ എങ്കിൽ ഇങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ പോണത് അല്ലേ? നമുക്കൊരു ലൈൻ ആയിട്ടല്ലേ കാണുക. അപ്പോൾ ഇതാണ് കട്ടിംഗ് പ്ലെയിൻ, ഇത് കട്ടിംഗ് പ്ലെയിൻ ആണ്. VP-ക്ക് പെർപെൻഡിക്കുലർ ആണ്, HP-ക്ക് ഇൻക്ലൈൻഡ് ആണ്. അത് കട്ട് ചെയ്യുമ്പോൾ ഈ കട്ടിംഗ് പ്ലെയിൻ മീറ്റ് ചെയ്യണത് പറഞ്ഞാൽ ആക്സിസിലാണ് മീറ്റ് ചെയ്യണം അറ്റ് 15 mm ഫ്രം ദ ടോപ്പ്. സ്ക്വയർ പ്രിസം ആകുമ്പോൾ നമുക്കറിയാം ആക്സിസ് ഉണ്ടാവും. അപ്പോൾ പ്രിസത്തിൻ്റെ ടോപ്പിൽ നിന്ന് ഈ ആക്സിസിൽ 15 mm എടുത്തത്. അപ്പോൾ ഈ ആക്സിസ് ഈ ടോപ്പ് എടുക്കണം, ടോപ്പിൽ നിന്ന് ഈ ആക്സിസിൽ നിന്ന് നമ്മൾ 15 mm താഴെ എടുത്തിട്ട് ആ താഴെയാണ് 60 ഡിഗ്രിയിൽ ഈ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ്റെ വ്യൂ നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിത് വരച്ച് തുടങ്ങാം. അപ്പോൾ സിമ്പിൾ പൊസിഷൻ മനസ്സിലായിട്ടുണ്ടാവണം. ഈക്വലി ഇൻക്ലൈൻ ടു VP ആണ്. 2 റെക്ടാങ്കുലർ ഫേസസ് ഉണ്ട്. ദാറ്റ് ഈസ് ദിസ് ഈസ് 1 റെക്ടാങ്കുലർ ഫേസ് ആൻഡ് ദിസ് ഈസ് അതർ റെക്ടാങ്കുലർ ഫേസസ്. അത് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് XY ലൈൻ്റെ താഴെ ഒരു സ്ക്വയർ ആണ് കിട്ടുക. ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ വരയ്ക്കും. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. ഓക്കെ, അതൊന്ന് വരച്ചിട്ട് കാണിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ സ്ക്വയർ പ്രിസം ആണ്. സ്ക്വയർ പ്രിസം റെസ്റ്റ് ഓൺ HP ആണ്. HP ആൻഡ് ഈക്വലി ഇൻക്ലൈൻഡ് ടു VP ആണ്. ഇത് 2 റെക്ടാങ്കുലർ ഫേസസ് എന്ന് പറയുമ്പോൾ നമുക്ക് 30 mm സൈഡാണ്. അപ്പോൾ 30 mm സൈഡിൽ 10 20 30 mm സൈഡിൽ നമ്മൾ സ്ക്വയർ പ്രിസം വരയ്ക്കുകയാണ്. ഡ്രോയിങ് 10 20 and 30 ഈക്വലി ഇൻക്ലൈൻഡ് ആണ് അല്ലേ? അപ്പോൾ ഇതാണ് XY ലൈൻ വരച്ചു, ഒരു സെർട്ടൻ ഡിസ്റ്റൻസ് എടുത്ത്, കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ്. ഇത് 45 ഡിഗ്രിയിൽ നമ്മൾ ലൈൻ വരച്ചു. ഇനി ഇതേപോലെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ദിസ് വരച്ചു, സിമ്പിൾ പൊസിഷൻ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. ഇതാണ് സ്ക്വയർ, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതാണ് XY ലൈനിന്. VPക്ക് ഈക്വൽ, അപ്പോൾ XY ലൈൻ ഇൻക്ലൈൻഡ് ആണ്. നെയിം ചെയ്തു ABCD എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ടോപ്പ് ഫേസ് ABCD ആണ്, ബോട്ടം ഫേസ് ഉണ്ട് PQRS എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം 1 2 3 4 എന്നല്ലേ കൊടുക്കേണ്ടത്, എന്തുകൊണ്ട് 1 2 3 4 കൊടുത്തില്ല? നമ്മൾ സെക്ഷൻ പ്ലെയിൻ ഉണ്ട്, അപ്പോൾ നമുക്ക് സെക്ഷൻ ചെയ്യണം. സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് 1 2 3 4 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് 75 mm ആണ്. നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുമ്പോൾ ഈ ഓരോ പോയിന്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൊജക്ടർ വരയ്ക്കും. സേ എയും പിയിൽ നിന്ന് ഞാൻ ഒരു പ്രൊജക്ടർ വരച്ചു, വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു XY ലൈൻ വരെ. അതേപോലെ BD Q
എല്ലാത്തിൽ നിന്നും ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു XY ലൈൻ വരെ. സിമിലർലി C ആൻഡ് R ൽ നിന്ന് ഞാനൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഒരു ലൈനാണ് കാണുക ഈ ബേസിൽ നമുക്ക് ഈ ലൈൻ കാണുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ് കാണിക്കണം. സോ ആദ്യം ആക്സിസ് വരയ്ക്കാം. ആക്സിസ് 75 mm ആണ് നമുക്ക് ആക്സിസ് ഉള്ളത്. അപ്പോൾ 75 mm ഡിസ്റ്റൻസിൽ നമ്മൾ വരയ്ക്കുകയാണ്. ആക്സിസ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ആക്സിസ് ലൈൻ വരച്ചു. അതോടൊപ്പം തന്നെ എയിൽ നിന്നുള്ള ലൈനും 75 mm ആണ്. 75 mm നമുക്ക് വരയ്ക്കാം. ഹൈറ്റിൽ വരയ്ക്കുകയാണ്. വരച്ചു. സോ ടോപ്പ് വ്യൂ കംപ്ലീറ്റഡ് അല്ലേ? ടോപ്പ് വ്യൂ കംപ്ലീറ്റഡ്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് നെയിം ചെയ്തിട്ടുണ്ട്. ഹിയർ A' കാരണം ടോപ്പ് ഫേസ് ആണ്. ഇവിടെ D' ബ്രാക്കറ്റിൽ B' കാരണം ഇത് കാണും, ഇത് കാണില്ല. ഇവിടെ C'. അതുപോലെ ബോട്ടം ഫേസ് ഇവിടെ P', ഇവിടെ S' ബ്രാക്കറ്റിൽ Q', ഇവിടെ R'. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിസ് ലൈൻ ആയിരുന്നു കാണിച്ചാൽ ഞാൻ തിക്ക് ലൈനായി കാണിച്ചു. ബിക്കോസ് ഫ്രണ്ട് വ്യൂ നമ്മൾ ഈ ഡയറക്ഷനാണ് വ്യൂ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ D എന്ന് പറഞ്ഞ എഡ്ജ് നമുക്ക് കാണാൻ കഴിയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ സെന്റർ പോയിന്റ് ഉണ്ടാവും. സെന്റർ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് ഇവിടെ ആയിരിക്കും സെന്റർ പോയിന്റ്. ജസ്റ്റ് പ്ലേസ് ഇറ്റ് O. ചെയ്താലും കുഴപ്പമില്ല, ഇല്ല ചെയ്തില്ലേലും കുഴപ്പമില്ല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ സെക്ഷൻ പ്ലെയിൻ കാണിക്കാൻ പോകുന്നത്. സെക്ഷൻ പ്ലെയിൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP എന്നുള്ള കോൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ സെക്ഷൻ പ്ലെയിൻ ഈ സോളിഡിൽ ഏത് കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്സിസിലൂടെയാണ് സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്ത് പോകുന്നത്. ആക്സിസിലൂടെ കട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ്? സോളിഡിന്റെ ടോപ്പിൽ നിന്ന് 15 mm ഡിസ്റ്റൻസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സോളിഡിന്റെ ടോപ്പ് ഫേസ് ഇതാണ്. ഈ ടോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 15 mm ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഓക്കെ, 15 mm. ഓക്കെ, ഇതാണ് ടോപ്പ് ഫേസ്. ടോപ്പ് എൻഡ് ഇതാണ്. ഇപ്പോൾ 1 to 2 ഇത് 10 ആണ്. ഇവിടെ നാട്ടോ 1 ആണ് ഞാൻ റെഫറൻസ് ആയിരിക്കും. 1 to 10. ദെൻ ഇത് 15 mm നമ്മളൊരു പോയിന്റ് ഇട്ടു ആദ്യം. ഓക്കെ, 15 mm പോയിന്റ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഈ പോയിന്റ് ഇട്ട് ഇവിടുന്ന് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. ദാറ്റ് ഹൊറിസോണ്ടൽ ലൈൻ മസ്റ്റ് ബി പാരലൽ ടു XY ലൈൻ. XY ലൈനിന് പാരലൽ, കാരണം ഇത് റെഫറൻസ് ആക്കി കാണിക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊട്രാക്ടർ എടുക്കണു. നമ്മൾ ഈ വരച്ച പോയിന്റ് ഇട്ടു. പോയിന്റ് ഇട്ടത് എന്താ? ഇവിടെ എന്താ നമ്മൾ ഇട്ടത്? 15 mm ആണ് അല്ലേ? ഈ ഡിസ്റ്റൻസ് നമ്മൾ 15 mm ആയിട്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 mm ആണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞതിനനുസരിച്ച് 15 mm ഡിസ്റ്റൻസിലായിട്ട് ദെൻ ഈ പോയിന്റ് ഇട്ടു. പോയിന്റിൽ നമ്മൾ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ കട്ടിംഗ് പ്ലെയിൻ്റെ ആംഗിൾ ഉണ്ട് എത്ര? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി നമ്മൾ എടുക്കുകയാണ്. ഇതാണ് 60 ഡിഗ്രി. 60 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്തു. 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഈ മാർക്ക് ചെയ്ത ലൈനിന് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുകയാണ്. കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കാൻ അറിയാം, എല്ലാവർക്കും അറിയാം. എന്താണ്? ഒരു ലോങ് ലൈൻ, ദെൻ ഒരു ചെറിയ ലൈൻ, ലോങ് ലൈൻ, ഒരു ചെറിയ ലൈൻ, ലോങ് ലൈൻ, ഒരു ചെറിയ ലൈൻ, ലോങ് ലൈൻ, ഒരു ചെറിയ ലൈൻ, ലോങ് ലൈൻ. അത് എൻറ്റയർ ഈ സോളിഡ് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് പോവുക. ദെൻ ഈ കട്ടിംഗ് പ്ലെയിൻ വരച്ചതിൻ്റെ ഈ 2 എൻഡ്സ് ഉണ്ടല്ലോ, 2 എൻഡ്സ് ഒന്ന് തിക്കൻ ചെയ്യുക. ദെൻ തിക്കൻ ചെയ്ത് ഇവിടെ ഞാൻ കാണിക്കണം. ഇവിടെ VT ആണ് വരിക എന്ന് പറഞ്ഞു. കാരണം ഈ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VT ആണ് പോകുന്നത്. റൈറ്റ്? അപ്പോൾ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ എത്രയായിരുന്നു? ദിസ് ആംഗിൾ 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ? കട്ടിംഗ് പ്ലെയിൻ ഏതൊക്കെയാണ്? സോളിഡിൽ ഏതൊക്കെ എഡ്ജസിലൂടെയൊക്കെ പോയിരിക്കുന്നത്? P', A' എന്ന് പറഞ്ഞ എഡ്ജസിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാണ് ഒരു പോയിന്റ്. ഇതിനെ 1' എന്ന് കൊടുക്കാം. അതുപോലെ D', S' B', Q' എന്ന് പറഞ്ഞാൽ 2 എഡ്ജസിലൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് സെന്റർ പോയിന്റ് അല്ലേ? ഇവിടെ നമുക്ക് കൊടുക്കാം. നമുക്ക് 2' എന്ന് കൊടുക്കാം. ഇവിടെ 2' എന്ന് കൊടുക്കാം. അതേപോലെ ഇവിടെ ടോപ്പ് ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ട്. Dയും Cയും Bയും Cയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ 2 എഡ്ജസിൽ പോയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ 2 എന്ന് കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ 3' എന്ന് കൊടുക്കാം. ഇത് DCയിലാണ് 3. അതുപോലെ BC എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്. അത് പുറകിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ബ്രാക്കറ്റിൽ കാണിക്കാം. 4' എന്ന് കൊടുക്കാം. അതേപോലെ ഇവിടെയും പുറകിലൊരു എഡ്ജ് ഉണ്ട് അല്ലേ? Bയും Q എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ കാണിക്കാം. 5' എന്ന് കാണിക്കാം. ഒരു സീക്വൻസ് ആയിട്ട് 1 PAയിലാണ് 1. അത് കഴിഞ്ഞാൽ SD ആണ് അവിടെ 2. അത് കഴിഞ്ഞാൽ ടോപ്പ് ഫേസ് DC. ദെൻ ഈ ടോപ്പ് ഫേസിലുള്ള BC. ദെൻ ഇതിൻ്റെ പുറകിലുള്ള എഡ്ജ് Bയും Qയും. ക്ലിയർ? സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് സെക്ഷൻ പ്ലെയിൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നെയിം ചെയ്തു. ഓക്കെ, 1', 2', 3', 4', 5' എന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ 1' എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിടക്കുന്നത് A', P' എന്ന് പറഞ്ഞ എഡ്ജസിലാണ് കിടക്കുന്നത്. അത് ഓൾറെഡി ഇവിടെയാണ് കിടക്കുന്നത്
അല്ലേ, ഈ പോയിന്റിലാണ് കിടക്കുന്നത്. സോ നമുക്കിവിടെ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് 2' 5' നോക്കുക. 2' എന്ന് പറഞ്ഞ പോയിന്റ് ഏതിലായിരിക്കും കിടക്കുക? S', D' എന്ന് പറഞ്ഞ എഡ്ജിലാണ് കിടക്കുക. അപ്പോൾ എസും ഡിയിലുമാണ് കിടക്കുക. SD എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പ്രൊജക്ടർ വരയ്ക്കുമ്പോൾ ഓൾറെഡി ഇവിടെ പ്രൊജക്ടർ ഉണ്ട്, ഇതാണ് അതിന്റെ പോയിന്റ്. അപ്പോൾ SD നമുക്ക് എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതേപോലെ ഇവിടെ ഉണ്ട് അല്ലേ, ബിയും B', Q' എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്. അവിടെയാണ് എന്ത് കിടക്കുന്നത്? 5' കിടക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ B and Q ഉണ്ട്. അപ്പൊ ഇവിടെയാണ് എന്ത് വരിക? 5 എന്ന് വരിക. ഇനി 3', 4' എന്ന് പറഞ്ഞ കട്ടിംഗ് പ്ലെയിൻ കൊടുക്കുന്നത്. അതെവിടെയാണ്? 3' എവിടെ കിടക്കുക? D', C'-ലേക്ക് കിടക്കുക അല്ലെ. 3' ഇവിടെ പുറത്തല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പൊ കാണുന്ന എഡ്ജ് എന്താണ്? ഡിയും സിയും ആണ്, ടോപ്പ് ഫേസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമ്മളൊരു പ്രൊജക്ടർ വരയ്ക്കണം. കാരണം ഇവിടെ ഓൾറെഡി ഇത് ഒരു പ്രൊജക്ടർ വരയ്ക്കണം. അത് ഓൾറെഡി ഒരു ലൈൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വരച്ചിട്ടില്ല. ഓൾറെഡി ലൈൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും പ്രൊജക്ടർ വരയ്ക്കുകയാണ്. ഇവിടെ നമ്മളൊരു പ്രൊജക്ടർ, വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചിട്ടു. അപ്പൊ ഇതിൽ നമുക്ക് D', C' എന്ന് പറഞ്ഞ എഡ്ജാണ്. അപ്പൊ താഴെ DC നോക്കുക. അപ്പൊ ഇതാണ് DCയുടെ ലൈൻ. DC എന്ന് പറഞ്ഞ ലൈനിൽ ഈ പ്രൊജക്ടർ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ആ പോയിന്റ് എന്തായിരിക്കും? 3 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഇനി അതേപോലെ BC ഉണ്ട്. BCയിലാണ് ഏതുള്ളത്? 4 ഉള്ളത് അല്ലെ. BC ഏതാ? ഇതാണ് BC എന്ന് പറഞ്ഞ എഡ്ജ് ആണ് അല്ലെ, ടോപ്പ് ഫേസ് അല്ലേ. അതിലൂടെ പാസ് ചെയ്ത പ്രൊജക്ടർ, ഇവിടെ നിന്ന് വന്ന ഈ പ്രൊജക്ടർ ഇവിടെയാണ്. അത് നമുക്ക് എന്താണ് പോയിന്റ് വരിക? അത് 4 എന്ന് കൊടുക്കാം. ദെൻ നമ്മളിവിടെ 5 ചെയ്തു. ഇപ്പൊ നോക്കുക, 1 2 3 4 5 ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ വന്നേ. അപ്പൊ ഇത്രയും ഭാഗമാണ് എന്ത് കട്ട് ചെയ്ത് പോയിരിക്കണം. അതായത് ഈ സെക്ഷൻ കട്ട് ചെയ്തു, ഈ പോർഷൻ എടുത്ത് കളഞ്ഞു, ബാക്കി ഈ ഭാഗം ഉണ്ട്. ഇപ്പൊ ടോപ്പ് നോക്കും, നമുക്ക് ഈ ഒരു ഭാഗം പോയിട്ടുള്ളതാണ് കാണുക. അപ്പൊ ഇത്രയും ഭാഗമാണുള്ളത്. 1 2 3 4 5. അപ്പൊ ഈ 3 4 എന്ന് പറഞ്ഞ എഡ്ജ് ഇങ്ങനെ കട്ട് ചെയ്ത് പോയതാണ്. കട്ട് ചെയ്ത് പോയത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പൊ അതൊന്ന് തിക്കായി കാണിക്കണം. ദെൻ ഇത് 45 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഹാച്ചിങ് ലൈൻസ് വരയ്ക്കണ്ടേ. അപ്പൊ ഹാച്ചിങ് ലൈൻ ഇവിടെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ വെർട്ടിക്കലി വരയ്ക്കാം, കാരണം ഈ ലൈൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ ചരിച്ച് വരയ്ക്കാം. 45 ഡിഗ്രിയിലാണ് വരയ്ക്കേണ്ടത്, ബിക്കോസ് ഇത് ഓൾറെഡി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതുകൊണ്ട് ഇതിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് ഹാച്ച് ലൈൻ നമുക്ക് അക്സെപ്റ്റബിൾ ആണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ ഹാച്ചിങ് ലൈൻസ് നമ്മൾ വരച്ചു കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പൊ ഇതാണ് നമ്മുടെ സെക്ഷൻ. അപ്പൊ സെക്ഷൻ ടോപ്പ് വ്യൂ ആയി അല്ലേ. ബട്ട് ഇതിൽ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ട്രൂ ഷേപ്പ് കാണണം. ട്രൂ ഷേപ്പ് കാണണമെങ്കിൽ എന്താ ചെയ്യുക? നമുക്ക് ഫ്രണ്ട് വ്യൂ എടുക്കുക. ഫ്രണ്ട് വ്യൂവിന്റെ സെക്ഷൻ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആ പ്രൊസീജിയർ പറയാം. ഫ്രണ്ട് വ്യൂ എടുത്തു. ഫ്രണ്ട് വ്യൂ 1' എന്ന് പറഞ്ഞിട്ടുണ്ട്. 1' നിന്ന് നമ്മൾ ആദ്യം ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. 1' നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു ഒരു കൺവീനിയന്റ് ഡിസ്റ്റൻസിൽ. ഓക്കെ. അതേപോലെ 2' നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു ഒരു കൺവീനിയന്റ് ഡിസ്റ്റൻസിൽ. സിമിലർലി ഈ 3' and 4' ഉണ്ട്. അത് 2' 5' എന്നും വരച്ചു. 3' 4' ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു ഒരു കൺവീനിയന്റ് ഡിസ്റ്റൻസിൽ. എന്നിട്ട് നമ്മൾ ഈ ലൈനിൽ വേറൊരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ എന്താണ്? നമ്മൾ ഈ സെക്ഷൻ പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് വരയ്ക്കുന്നത്. ദിസ് ഈസ് അവർ അനദർ റെഫറൻസ് ലൈൻ ആണ്. ഓൾറെഡി XY എന്ന് പറഞ്ഞ റെഫറൻസ് ലൈൻ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് കൊടുക്കാം X1 Y1 എന്ന് കൊടുക്കാം. ഓക്കെ, സെക്ഷൻ പ്ലെയിനിന് പാരലൽ ആയിട്ട് വരച്ച ലൈൻ. ദെൻ ഇതിലാണ് നമ്മൾ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്? വരയ്ക്കാൻ പോണത്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ 1' പോയിന്റ് എന്നല്ലേ ഇവിടെ ഈ ലൈൻ വരച്ച്. അപ്പോൾ ഇവിടെ 1' നമുക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യണം. എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ടോപ്പ് വ്യൂ എടുക്കുക. ടോപ്പ് വ്യൂവിൽ ഇതാണല്ലോ XY ലൈൻ. XY ലൈനിൽ നിന്ന് ഈ 1 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. അപ്പം ഞാൻ വരച്ച ചിത്രമാണ്. ഞാൻ ഇവിടെ കൺവീനിയന്റ് ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് ഡിസ്റ്റൻസ് എടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറി കിട്ടും വാല്യൂ. XY ലൈനിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് 10 20 31 ആണ്. അപ്പോൾ ആ 31 mm ഡിസ്റ്റൻസ് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. എവിടെ? 1' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ. ദെൻ ഒരു പുതിയ റെഫറൻസ് ലൈൻ X1 Y1 കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ 31 മാർക്ക് ചെയ്യാണ്. 10 20 30 31 ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റ് ഏതാ? 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണല്ലേ. ഞാൻ ഇവിടെ 1 കൊടുത്തു. സിമിലർലി എനിക്കിവിടെ 2ഉം 5ഉം മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ 2യുടെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. 2യുടെ ഡിസ്റ്റൻസ് എത്ര? XY ലൈനിന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് 2ലേക്ക്? ഇതുവരെയാണ് അല്ലേ. എത്രയാ മെഷർ ചെയ്യുക? 10 20 30 40 50 51 52 അല്ലേ. 52 mm ഡിസ്റ്റൻസ് ഉണ്ട്. അത് 2ൽ നിന്നല്ലേ. ഇവിടെ നിന്ന് 52 mm ഡിസ്റ്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 10 20 30 40 50 say
ഇവിടെയാണ് 52 mm ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു ലൈൻ വരച്ചിട്ടു. ദിസ് പോയിന്റ് ഈസ് ഏതാണ്? 2യുടെ പോയിന്റ് അല്ലേ? ഇവിടെ 2. ഇവിടെ y നമുക്ക് പോകും കേട്ടോ. അത് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ദെൻ ഇവിടെ 5ന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. XY ലൈനിന് എത്ര ഡിസ്റ്റൻസ് ആ 5ലേക്കുള്ളത്? ഓൾമോസ്റ്റ് 9 mm ആണുള്ളത്. ആ 9 mm നമ്മൾ ഇവിടെ എടുക്കുക. X1 Y1 നിന്ന് ആ 9 mm ഡിസ്റ്റൻസ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുക. പോയിന്റ് മാർക്ക് ചെയ്ത് 1 2. ഇവിടെ ഏതാ പോയിന്റ്? 5 ആണ് അല്ലേ? ഇവിടെ 5. ഇനി അതേപോലെ ഇവിടെ 4 ഉണ്ട്, 3 ഉണ്ട്. 4ഉം 3ഉം കാണിക്കണം. അതെന്താണ്? സിമിലർലി XY ലൈനിൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കണം. XY ലൈനിൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 10 18 mm ഡിസ്റ്റൻസ് ആണ്. സോ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. 10 ഹിയർ 18 അല്ലേ? അവിടെ ഒരു ലൈനും വരയ്ക്കുക. ഇവിടെ പോയിന്റ് ഏതാ വരിക? 4 ആണ് വരിക അല്ലേ? 4. ഇനി അതേപോലെ 3 കാണിക്കണ്ടേ? 3 എത്ര ഡിസ്റ്റൻസ് നോക്കുക? XY ലൈനിൽ നിന്ന് സെയിം ലൈനിലല്ലേ വരുന്നത്? 10 20 30 40 44 ഉണ്ട്. സോ 10 20 30 40 44 ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ? ഇവിടെ ഒരു ലൈൻ കിട്ടി. ഈ പോയിന്റ് ഏതാ? 3 ആണ്. അപ്പോൾ 1 2 3 4 ആയി. ഇത് നമ്മൾ കണക്ട് ചെയ്യാം. 1 2 2 2 2 3 3 2 4 4 2 5 again 5 2 1. ഇതാണ് നമ്മളുടെ എന്ത്? ട്രൂ ഷേപ്പ്. ദെൻ ഇതിനകത്ത് എന്ത് ചെയ്യുക? ഹാച്ചിങ് ലൈൻസ് വരയ്ക്കുക അല്ലേ? 45 ഡിഗ്രിയിൽ 1 to 3 mm ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെഫറൻസ് ലൈനായ X1 Y1 ഇൻക്ലൈൻഡ് ആയിട്ട് ഇവിടെ ഹാച്ചിങ് ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് ട്രൂ ഷേപ്പ്. ദിസ് ഈസ് അവർ ട്രൂ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇനി അവർ ലെങ്ത്തും വിഡ്ത്തും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ 4 3 എന്ന് പറഞ്ഞ ബേസ് എഡ്ജ് മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദിസ്. ഈ ലെങ്ത്, ഇതാണ് ലെങ്ത്. ഈ ലെങ്ത് മെഷർ ചെയ്യുക. മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത് കിട്ടണം 60 mm എന്ന് കിട്ടണം. നോട്ട് ചെയ്യുക. അതുപോലെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാണ് വിഡ്ത്ത്, ഇതാണ് വിഡ്ത്ത്. ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം എൻസിലുള്ള വിഡ്ത്ത് ഇപ്പോൾ 5 2 എന്ന് പറഞ്ഞല്ലേ, ഇതല്ലേ വിഡ്ത്ത്, ഇവിടെ നിന്നുള്ള വിഡ്ത്ത്. ക്ലിയർ? ഈ ഡിസ്റ്റൻസ് ഇതാണ് എന്ത്? വിഡ്ത്ത് എന്ന് പറയുക. ആ വിഡ്ത്ത് നിങ്ങൾക്ക് കിട്ടണം അറൗണ്ട് ഒരു 43 mm കിട്ടണം. ഓക്കെ.